ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബേക്കറി സ്റ്റൈല് പിസ്സ ബണ്ണിൻ്റെ റെസിപ്പിയും ആയിട്ടാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇഫ്താറിനൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഒരെണ്ണം തിന്നാൽ തന്നെ നല്ല രീതിയിൽ വയറ് നിറയുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പിസ്സ ബൺ തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ എടുക്കണം കേട്ടോ. 1/2 കപ്പ് പാൽ മതി. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ 1/2 ഗ്ലാസ് എടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ ഫെർമെൻ്റ് ആയിട്ട് വന്നോളും. അപ്പോഴത്തേക്കും നമുക്ക് 2 കപ്പ് മൈദ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൈദ അരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പാൽ നേരത്തെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം മൈദ അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ, കാരണം അതിലെന്തെങ്കിലും ചെറിയ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട്. അപ്പോൾ ആ 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ പാല് നല്ല രീതിയിൽ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ ഉപ്പും കൂടി ചേർത്തിട്ടില്ല, അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഫ്ലേവർലെസ് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, നല്ലതുപോലെ കുഴച്ചെടുക്കണം. നേരത്തെ ഞാൻ പിസ്സ റെസിപ്പിയിൽ പറഞ്ഞില്ല, അതേപോലെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാലോ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവിൻ്റെ അത്രയും കട്ടിയുള്ള മാവല്ല കേട്ടോ, കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം, നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ നമ്മുടെ ബണ്ണിൻ്റെ റെസിപ്പിയിൽ സ്റ്റാൻഡ് മിക്സറിൽ കുഴക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടവർ കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 7-8 മിനിറ്റ് ഇതുപോലെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഞാൻ ഇതിൽ ഫുള്ള് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫെർമെൻ്റ് ആവാൻ വെക്കുമ്പോൾ മേൽഭാഗം ഡ്രൈ ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ് മുകളിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ക്ലിൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെക്കാം കേട്ടോ. ക്ലിൻ റാപ്പ് ഇല്ലാത്തവർ ഒരു നനഞ്ഞ തുണി ഉണ്ടല്ലോ, നനഞ്ഞ തുണി ഇട്ട് കൊടുത്താലും മതി. നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഫെർമെൻ്റായി വരില്ല കേട്ടോ. ഒരു 2 മണിക്കൂർ ഇതിവിടെ കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന സോസ് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ഈ ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചതച്ചതിൽ നിന്നും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി എല്ലാം ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള കുറച്ച് വലുതാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്തുടയുന്നത് വരെ വഴറ്റണം കേട്ടോ. തക്കാളി പച്ച കഴിക്കാൻ കിട്ടുമ്പം എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി നല്ല രീതിയിൽ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി വെന്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം പല കളറിൽ കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് കാണാനൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് പിസ്സ സോസ് ചേർത്ത് കൊടുക്കണം. പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ഗ്രോസറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോസായി പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാവരും ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിസ്സ റെസിപ്പിയിൽ ചെയ്ത പോലെ ഹോം മെയ്ഡ് സോസ് തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂറിന് ശേഷം ഞാൻ ക്ലീൻ റാപ്പ് മാറ്റിയിട്ട് ഈ ഡോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരേപോലെയുള്ള ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് 7 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 7 ബോൾസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപോലെയുള്ള ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ഇതിൽ ബൺ റെസിപ്പിയിൽ കാണിച്ച പോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപോലെയുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ എനിക്ക് 7 ബോൾസ് ആണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾസും എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. കുറച്ച് കനത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മിഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് മിക്സ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബോൾസിന്റെ വലിപ്പം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ചിട്ട് അളവൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഈ ഒരു തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സോസും അതുപോലെ തന്നെ ആ ഒരു ഡോവും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും ആ ഒരു 7 ബോൾസിൽ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും ബാക്കിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ മിഡിൽ വെച്ച് കൊടുത്തിട്ട് മുകളിലോട്ടും കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് മെല്ലെ എടുത്തിട്ട് ഉരുട്ടുക. ഉള്ളിൽ നിന്നും ഇങ്ങനെ പുറത്ത് വരാൻ പാടില്ല, പൊട്ടിയിട്ട് ജസ്റ്റ് പതുക്കെ ഉരുട്ടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ വെക്കുക. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് ട്രേ ആണ്. അപ്പം ഞാനിത് 1 kg ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 kg ആയതുകൊണ്ട് ഞാൻ 2 ട്രേയിലായിട്ടാണ് വെക്കുന്നത്. ഒരു വലിയ ട്രേ എടുക്കുകയാണെങ്കിൽ ഒരു ട്രേയിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഒരു ബോൾ എടുക്കുക, കൗണ്ടർ ടോപ്പിൽ എണ്ണ തടവിയിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ ജസ്റ്റ് പരത്തി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പിസ്സ സോസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ടും കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മോമോസൊക്കെ ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അത് നല്ല സ്റ്റിക്കി മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി നിന്നോളും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. എന്നിട്ട് പതുക്കെ എടുക്കുമ്പം നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ പൊട്ടി പോകുന്നതുകൊണ്ട് തന്നെ വിരൽ കൊണ്ട് എടുക്കരുത്. പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടി ടിന്നിൽ വെക്കാം. അപ്പോൾ ഞാൻ 2 ടിന്നിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്കൊരു ബ്രഷിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ബൺസിൻ്റെ മുകളിലും ഞാൻ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ്. ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലും ബേക്കറിയിലും ഒക്കെ കിട്ടുന്ന അതേ ഒരു ബണ്ണ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് 230 ഡിഗ്രിയിലും കൂടി ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ബ്രൗൺ കളർ കിട്ടിയത് അങ്ങനെയാണ്. ഒരു 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തു. പിന്നെ ഒരു 5 മിനിറ്റ്സ് 230 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തപ്പോഴാണ് നല്ല ബ്രൗൺ കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഏതായാലും ഒരു 20 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ്ഡ് ബണ്ണാണ്. ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തൗട്ട് ഓവനിൽ കേക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. വിത്തൗട്ട് ഓവനിൽ കേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് നല്ല നമുക്ക് ഇതിന്ന് എടുക്കാം. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ,
ഉൾഭാഗം നല്ല സോസി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ആ ചീസൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞു വരുന്നുണ്ട്. ചീസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇഫ്താറിന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. ഒരുപാട് കേക്ക് റെസിപ്പീസും കാര്യങ്ങളും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇതുപോലെ ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഓരോന്ന് എടുക്കുന്നതിനേക്കാളും ഇതുപോലെ മൊത്തത്തിൽ ബട്ടർ പേപ്പർ ഇങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓരോ ബൺസും എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മാക്സിമം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.